അപ്പോൾ 2026 പൂർണ്ണമായിട്ടും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പകുതി വരെ AI സെർച്ചിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകളൊക്കെ ശരിക്കും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? കൂടുതൽ വർക്കുകൾ അവർക്ക് എടുക്കാനും പറ്റും. ആ വർക്കുകൾ തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. നമ്മളുടെ ഒരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരമായിരിക്കും. ഈ ഗൂഗിളിൻ്റെ ആധിപത്യം അവസാനിക്കാൻ പോവുകയാണോ യഥാർത്ഥത്തിൽ? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് പ്രോപ്പറാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഫ്യൂച്ചർ എന്താണ്, അതിൽ പ്രൊഫഷണൽസിന് ഇനി എന്താണ് സംഭവിക്കാൻ പോവുക, ബിസിനസ്സുകാർക്ക് ഇതെങ്ങനെയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണോ അതൊരു ത്രെറ്റ് ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രീലാൻസ് SEO വർക്കുകൾ ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഏജൻസിയിലല്ല വർക്ക് ചെയ്യുന്നത്, എല്ലാവരും ഇൻഹൗസ് ആയിട്ട് പല കമ്പനികളിലും അല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഫ്രീലാൻസ് ആയിട്ട് SEO ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പല ആളുകളും SEOയിൽ ഫ്രീലാൻസ് വർക്കുകൾ ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു മാറ്റം വരുന്നത് എത്രത്തോളം നല്ലതായിരിക്കും? അവർക്ക് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമോ? ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇനി ഉണ്ടാവുമോ? ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് മാത്രമല്ല, ഇൻഡിവിജ്വലായിട്ടൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ സോളോപ്രണർ എന്ന് പറയുന്ന രീതിയിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ സർവൈവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അതായത് ഈ ഫ്രീലാൻസേഴ്സിനുള്ള സാധ്യത കൂടുകയാണ്. ടൂൾസ് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ആഴ്ചകൾ മിനിമം പ്രോപ്പറായിട്ട് നമ്മളിതെല്ലാം വായിച്ചു നോക്കി, ഓരോ ഈ പറഞ്ഞ പോലെ പാരഗ്രാഫും വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ടൂളിനെ വെച്ചിട്ട് ഈ കണ്ടൻറ്റുകളൊക്കെ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇത് വെച്ച് നോക്കാം. നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗൂഗിളിൻ്റെ തന്നെ ക്ലൗഡ് നാച്ചുറൽ ലാംഗ്വേജ് API ടൂളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നോക്കാറുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഇപ്പോൾ കോമറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനൂസ്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കണ്ടൻറ്റിനെ അനലൈസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ കണ്ടൻറ്റുമായിട്ട് നമുക്ക് പിന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വലിയ സമയമെടുക്കുന്നൊരു ജോലിയായിരുന്നു നേരത്തെ. അപ്പോൾ ഈ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോസിബിലിറ്റി എന്താണ്? നേരത്തെ നമ്മൾ 1-2 പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രീലാൻസർക്ക് ഇത്തരം കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ നമ്പേഴ്സ് കൂട്ടാനായിട്ട് പറ്റും, കൂടുതൽ വർക്കുകൾ അവർക്ക് എടുക്കാനും പറ്റും. ആ വർക്കുകൾ തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ കീവേഡ് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടൂൾസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് കീവേഡ് ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ടൂൾസിനെ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. കണ്ടൻറ്റ് ഈവൻ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ വേർഡ്പ്രസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജൻറ്റിക് ബ്രൗസറിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈവൻ കോമറ്റൊക്കെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു ടൂളിനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ N8 ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേർഡ്പ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ അതുമായിട്ട് നമുക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് API ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കണ്ടൻറ്റിനെ പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പബ്ലിഷിംഗ് എന്നുള്ളൊരു ടാസ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. മെറ്റാ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SEO ടൈറ്റിൽ കൊടുക്കുക. ഈവൻ ഇൻറ്റേർണൽ ലിങ്കിങ്ങിൻ്റെ പോസിബിലിറ്റി നമ്മൾ മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ ലിങ്കിങ്ങിൻ്റെ പോസിബിലിറ്റി നമുക്ക് അത്രയും അറിയണമെന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ടോപ്പിക് ഇങ്ങനെ മാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുക. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളെ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് എവിടത്തേക്ക് നമുക്ക് ഇൻറ്റേർണൽ ലിങ്ക് കൊടുക്കുക എന്നുള്ളൊരു കറക്റ്റ് സജഷൻ നമുക്ക് ഈ AI ടൂളുകൾ തരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വിത്തിൻ ഒരു ഹാഫ് ആൻ അവറൊക്കെ നമുക്കത് കംപ്ലീറ്റ് വലിയ വെബ്സൈറ്റുകളാണെങ്കിൽ പോലും അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വലിയൊരു സാധ്യതയാണ് ഇവിടെ തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഫ്രീലാൻസേഴ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, ഫ്രീലാൻസേഴ്സിന് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലി ഒരു കമ്പനി റൺ ചെയ്യുന്നത് പോലെ, നേരത്തെ ഫ്രീലാൻസർക്ക് ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ പരിമിതികളുണ്ടായിരുന്നു. ഇപ്പോൾ പല ടൂളുകളും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ കസ്റ്റം GPT അതുപോലെ തന്നെ ടൂൾസൊക്കെ ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് പറ്റുന്നുണ്ട്. അതിനുള്ള കണ്ടൻറ് സ്ട്രാറ്റജിയുടെ ഒരു ബേസിക് ലെവൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതുണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടൻറ് ബ്രീഫുകൾ ഉണ്ടാക്കാൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ ഓരോരോ ആളുകളെ കൊണ്ട് ചെയ്യിക്കേണ്ടതായിട്ട് വന്നിരുന്നു.
അപ്പോൾ ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വലി ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു സോളോപ്രനർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അപ്ഗ്രേഡേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒരു ലെവലിൽ നിന്ന് മറ്റു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ കമ്പനി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീലാൻസേഴ്സിന് ഈ രീതിയിൽ സർവൈവ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റിയാണ് നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും. ഇവിടെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ 2026 ആകുമ്പോഴേക്ക് നമ്മൾ 2025 ഏകദേശം കണ്ടു ഇതിൻ്റെയൊക്കെ ഒരു എവല്യൂഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ കണ്ടു. നേരത്തെ മുതലേ ഇത് ഈ പറഞ്ഞ പോലെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 2025 ഇതിൻ്റെ ഒരു പീക്കിലേക്ക് നമ്മൾ കാണുന്നത്. 2026 ആകുമ്പോഴേക്ക് ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഒക്കെ വരും. AI സെർച്ച് എഞ്ചിൻസ് ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല AI സെർച്ച് എഞ്ചിൻസിൽ അതിൻ്റെ പിന്നെ ബാലാരിഷ്ടതകൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും, ഏർലി സ്റ്റേജിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മാറ്റിയിട്ട് കൂടുതൽ നല്ല രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഷിഫ്റ്റ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, ആഡ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ 2026 പൂർണ്ണമായിട്ടും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പകുതി വരെ AI സെർച്ചിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകളൊക്കെ ശരിക്കും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? AI സെർച്ചിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് SEO എന്നുള്ള രീതിയിലേക്ക് ഒരു പിന്നെ മാർക്കറ്റിംഗ് മെത്തേഡ് അവർ ഫോളോ ചെയ്ത് പോകുന്നത് ഇനിയും നല്ലതാണോ യഥാർത്ഥത്തിൽ? SEOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാ കാലത്തും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഏത് കാലത്തായാലും SEO എന്ന് പറയുന്നത്. 2026 എന്നല്ല, 2027 ആയാലും അതെ, 2030 ആയാലും അതെ. കാരണം എന്ന് വെച്ചാൽ SEO എന്നുള്ള ടേം മാറിയിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ. പക്ഷേ ഏത് കാലഘട്ടത്തിലായാലും ഈ സെർച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റും ഒരുപക്ഷെ മാറിയാൽ പോലും നമ്മളുടെ എന്തൊക്കെയാണോ നമ്മുടെ ഓൺലൈൻ പ്രസൻസ്, ആ പ്രസൻസ് നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യുന്നത് എല്ലാ കാലത്തും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് കണ്ടൻറ്റ് റിച്ച് ആണ്, നമുക്കറിയാം, ഇഷ്ടംപോലെ കണ്ടൻറ്റുകളുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, നമുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടൻറ്റ് കിട്ടുന്നത് എപ്പോഴാണ്? നമുക്ക് കണ്ടൻറ്റ് കിട്ടുന്നത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് അതിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു വാച്ച് ഹിസ്റ്ററി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏത് കണ്ടൻറ്റാണോ ഇഷ്ടം എന്നുള്ളതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അവർക്ക് നമുക്ക് നമ്മുടെ ഫീഡിലേക്ക് കണ്ടൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് ആവശ്യമുള്ളത്, നിലവിൽ നമ്മൾ അത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊന്നും കൺസ്യൂം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അത്തരം സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് കണ്ടൻറ്റായിട്ട് വരില്ല. പിന്നെ വരുന്ന എല്ലാ കണ്ടൻറ്റുകളും നമുക്ക് ആ സമയത്ത് ആവശ്യവും ഉണ്ടാവില്ല, പിന്നീടായിരിക്കും ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഒരുപക്ഷെ സെർച്ച് ചെയ്തിട്ട് പിന്നെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ തരുന്ന ഏത് പ്ലാറ്റ്ഫോം വന്നാലും, ഈവൻ സോറ 2 വന്നു കഴിഞ്ഞാൽ പോലും അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവയർനെസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ബ്രാൻഡ് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തേ പറ്റും. ആ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അത് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും ഡിഫറൻ്റ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ ഇൻസ്റ്റഗ്രാമിനകത്ത് നമ്മൾ SEO ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടീസുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു സെർച്ച് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഡിഫറൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI സെർച്ച് എഞ്ചിനുകളിൽ, AI ചാറ്റ് ബോട്ടുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഒരിക്കലും ഇനി SEOയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. SEOയിൽ വരുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ AI സെർച്ച് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. നേരത്തെയുള്ള ഒരു കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു SEO ചെയ്യുന്ന ഒരു ഏജൻസിയെ നമ്മൾ പ്രിഫർ ചെയ്യരുത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് SEO ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആ രീതിയിലേക്ക് വെബ്സൈറ്റുകളെ ഈ പറഞ്ഞ പോലെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന വെബ്സൈറ്റുകളെ കണ്ടൻറ്റുകളെ കാണുന്ന, സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ നമ്മുടെ കണ്ടൻറ്റുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആളുകളെ, അത്തരം ഏജൻസികളെ, അത്തരം ഫ്രീലാൻസേഴ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷണൽസിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് വെക്കുക എന്നുള്ള രീതിയിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. പഴയ പ്രാക്ടീസിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസിനകത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ SEO മാറി, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് സംസാരിക്കുന്ന ഒരു സമയത്ത് സ്വർണ്ണത്തിൻ്റെ വില 90,000 കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കുറഞ്ഞു വരാം, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത്.
അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ മീഡിയയിലും പല സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് കുറഞ്ഞ് ചിലപ്പോൾ 50,000 ആവുന്ന സമയത്ത് ഒരു പഴയ ഒരു സിസ്റ്റം വെച്ചിട്ട് അന്ന് 90,000 ആയിരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ 50,000 ആകുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് നല്ലതായിരുന്ന പ്രാക്ടീസുകൾ ഇന്ന് SEO മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രിഫറൻസ് മാറിയിട്ടുണ്ട്, അതിൻ്റെ രീതി മാറിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റുകളെ ഒരുക്കുന്ന രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ അതാരാണ് ഫോളോ ചെയ്യുന്നത്? അപ്പോൾ അത്തരം പ്രാക്ടീസുകളിലാണ് നമ്മൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പിന്നെ SEO പ്രാക്ടീസുകളിൽ, അത്തരത്തിലുള്ള രീതികളിൽ, അത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ മാറ്റത്തിന് ഒത്ത് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ മാറ്റത്തിന് ഒത്ത് നമ്മളും സഞ്ചരിക്കുക, അതാണ് വേണ്ടത്. ആ രീതിയിലേക്ക് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അതാണ് നമ്മൾ വേണ്ടത്. അതല്ലാതെ SEO എന്ന് പറഞ്ഞിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ സെർച്ച് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ചാനലാണ്. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അത് മാത്രമാണ്, അല്ലെങ്കിൽ ഈ പ്രിൻറ്റ് മീഡിയ, ആ രീതിയിലേക്ക് നമ്മളുടെ ഒരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റുകയാണെന്നുള്ളത് അതൊരു വലിയ മണ്ടത്തരമായിരിക്കും. കാരണം സെർച്ചാണ് ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനെറ്റിൽ വരുന്ന സമയത്തൊരു വലിയ മാർക്കറ്റിംഗ് ചാനൽ ഇപ്പോഴും സെർച്ച് തന്നെയാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ആളുകൾ ഉള്ളിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ഉണ്ടാകും. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് ചാനൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനി എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പല ആളുകളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർ ഈ SEO ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കും. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്ന സമയത്ത് ട്രാഫിക് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ആ ട്രാഫിക് കുറയുന്നത് ചില ആളുകൾ വിചാരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന എന്തോ SEO പ്രാക്ടീസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റുന്നതുകൊണ്ട് അൽഗോരിതം വന്നിട്ട് ആ അൽഗോരിതത്തിൻ്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ട്രാഫിക് കുറഞ്ഞവരുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കോമൺ സെനേറിയോ വെച്ചിട്ട് ഈ ട്രാഫിക് കുറയുന്നത് SEO പ്രാക്ടീസിൻ്റെ, നമ്മളിപ്പോൾ ചെയ്തു വരുന്ന പ്രാക്ടീസിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ യഥാർത്ഥത്തിൽ? ട്രാഫിക് ഇവിടെ പിന്നെ കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ നമ്മളിപ്പോൾ വരുന്ന ട്രാഫിക്കിൻ്റെ കേസുകളിൽ നമുക്ക് ഒരു പാറ്റേൺ നോക്കിയാൽ അറിയാം. ഇപ്പോൾ കഴിഞ്ഞൊരു ജൂൺ മുതലൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ സെർച്ച് കൺസോളിൽ ഇത് ഇന്ത്യയിലൊക്കെ ഇത് കണ്ടുവരുന്നത് കേട്ടോ. ഈ ജൂൺ മുതലൊക്കെ നമ്മളുടെ ഒരു പിന്നെ ട്രാഫിക് നല്ല രീതിയിൽ, നമ്മളൊരു നല്ല ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് കണ്ടൻറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവയർനെസ് കണ്ടൻറ്റുകളൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കീവേഡ്സിലൊക്കെ നമ്മളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന SEO പ്രാക്ടീസിൻ്റെ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം SEOയിൽ വന്നൊരു ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇനി വരുന്ന ആളുകൾ നമ്മളുടെ സർവീസിനെ കുറിച്ചിട്ടും നമ്മളുടെ പിന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും കൃത്യമായിട്ടൊരു അവയർനെസ് AI ഓവർവ്യൂവിൽ നിന്ന് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു സെർച്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയതിന് ശേഷം കൃത്യമായൊരു ബോധത്തോടു കൂടി വരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ എണ്ണം കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർ പർച്ചേസ് ചെയ്യാനുള്ള പിന്നെ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതൊരു കൺവേർഷനിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഒരു റോങ് SEO പ്രാക്ടീസ് ആയിരുന്നു എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സെയിൽസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കണ്ടൻറ്റുകൾ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ ട്രാഫിക്ക് പോകുന്നതിനെ നമ്മളൊരു വലിയ ഇതായിട്ട് എടുക്കരുത്. പക്ഷേ നോക്കണം, ഈ അടുത്തായിട്ട് കുറച്ച് പിന്നെ അപ്ഡേറ്റുകളിവിടെ വന്നിട്ടുണ്ട്, അൽഗോരിതം അപ്ഡേറ്റ്സ്. ആ സമയത്താണോ നമുക്ക് ട്രാഫിക്ക് പോയത് എന്ന് ആ അൽഗോരിതം അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്ത് ആ സമയം നോക്കാം. ഓഗസ്റ്റിൽ വന്നിരുന്നു, അതുപോലെ തന്നെ ഒക്ടോബറിൽ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഡിസംബറിലോ ജനുവരിയിലോ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്തൊക്കെയാണ് ട്രാഫിക്ക് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസേൺഡ് ആവണം. കാരണം നമ്മുടെ SEO പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് അത് വരാൻ പോകുന്നത്. മിക്കവാറും ഈ പറഞ്ഞ പോലെ ഹെൽപ്ഫുൾ കണ്ടൻറ്റ് അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോർ അപ്ഡേറ്റ്, അല്ലെങ്കിൽ സ്പാം അപ്ഡേറ്റ്, ഇങ്ങനെയാണ് ഈ അപ്ഡേറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് വരുമ്പം ഇതിൽ ഏതിൻ്റെ ഭാഗമായിട്ടാണ് കുറഞ്ഞതെന്ന് നമുക്ക് പിന്നെ ആ ഒരു മാസത്തെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ചില എക്സ്റ്റൻഷൻസൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഈ എന്താ പറയുക, GSC ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള SEO എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തരും, നമ്മുടെ സെർച്ച് കൺസോളിനകത്ത് മാർക്ക് ചെയ്ത് തരും. അപ്പോൾ ഇന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഒരു അൽഗോരിതം റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഇത് ട്രാഫിക്ക് കുറഞ്ഞു വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പിന്നെ കണ്ടൻറ്റ് ഒന്നുകൂടെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ SEO പ്രാക്ടീസ് ഒന്നുകൂടെ നോക്കണം, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് ബ്ലൈൻഡായിട്ട് അത് ഈ പറഞ്ഞ പോലെ ഈ സമയത്തുള്ള ട്രാഫിക് ഡ്രോപ്പിനെ ഒരിക്കലും എന്താ പറയുക, നമ്മുടെ SEO പ്രാക്ടീസ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് മോശമായതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല.
അത് ലോകത്തിൽ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കണ്ടന്റ് പബ്ലിഷ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇവിടെയില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് SEO ചെയ്യുന്ന ഒരാൾക്ക് ഇനിയുള്ള കാലത്ത് AI സെർച്ച് എഞ്ചിൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ AISEO ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു കാലത്ത് എന്തായിരിക്കും അവരുടെ യഥാർത്ഥ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്? SEOയിലെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ചെറിയ ബിസിനസ്സുകാർക്കായാൽ പോലും, അല്ലെങ്കിൽ പുതിയ വെബ്സൈറ്റുകൾക്കായാൽ പോലും, വലിയ ഡൊമൈൻ അതോറിറ്റി ഇല്ലാത്ത വെബ്സൈറ്റുകൾക്കായാൽ പോലും അവരുടെ ആൻസർ ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിനുകളിൽ, AI സെർച്ച് എഞ്ചിനുകളിൽ വിസിബിൾ ആക്കാനായിട്ട് പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ആളുകളുടെ ബയർ പേഴ്സോണ മനസ്സിലാക്കുകയും അവരുടെ പ്രോബ്ലം മനസ്സിലാക്കുകയും അവർ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ കണ്ടൻറ്റിനെ റെലവൻ്റ് ആക്കുക, അവരുടെ സെർച്ചിനനുസരിച്ചിട്ട് റെലവൻ്റ് ആക്കുക. റെലവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു പ്രോബ്ലം ഒരാൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കീവേഡ് ഒരാൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കീവേഡ് എന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒരു പ്രോബ്ലം, അയാൾക്കൊരു സൊല്യൂഷന് വേണ്ടി ഒരു പ്രോബ്ലം സെർച്ച് ചെയ്യുക, അതിനുവേണ്ടി റിസർച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ഉത്തരം മാത്രം കാണിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതായത് ഒരു നല്ല പ്രോട്ടീൻ പൗഡർ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടത് എങ്ങനെയാണ്, അത് പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, എത്ര അളവിൽ കഴിക്കണം, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇതിനൊരു ലോജിക്ക് ഉണ്ട്, അതായത് ക്വയറി ഫാൻ ഔട്ട് ലോജിക്ക് എന്ന് പറയും. ഒരു ആളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പിന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനെ ഈ പറഞ്ഞ പോലെ ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള ആൻസർ കാണിക്കണം, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടൊരു ആൻസർ കാണിക്കണം എന്നുള്ള ഒരു രീതിയിലാണ്, ക്വയറി ഫാൻ ഔട്ട് എന്നുള്ള രീതിയിലാണ് ഈ പിന്നെ AI സെർച്ച് എഞ്ചിൻസ് മിക്കവാറും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് AI മോഡൽ സെർച്ച് ചെയ്യുമ്പം കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ തിങ്കിങ് എന്ന് പറഞ്ഞതിന് ശേഷം കുറേയധികം പിന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രോസസ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. അതായത് ഇത് സബ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടോപ്പിക്ക് പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അത് തന്നെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് റാങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് ഏത് ക്വസ്റ്റിന് വേണ്ടിയിട്ടാണോ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരേ ടോപ്പിക്കിൽ തന്നെയാണ് പറയുന്നത്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേജായിരിക്കും നമുക്ക് അങ്ങനെ റാങ്ക് ചെയ്ത് തരിക. ഇതിപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമ്മൾ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ അത് റെലവൻ്റ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ചാൻസ് അവിടെയുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോവാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റാങ്കിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറുന്നു. ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ ഏത് പൊസിഷനിലുള്ള ആളുകൾക്കും ഉത്തരം റെലവൻ്റ് ആണെന്നുണ്ടെങ്കിൽ വിസിബിൾ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുക, അതുവഴി ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതാണ് ഈ പറഞ്ഞ പോലെ AI സെർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റും പിന്നെ പല വേദികളിലും പറഞ്ഞൊരു കാര്യമാണ്. അതായത് AI ഫസ്റ്റ് അഡ്വാൻസ്ഡ് കണ്ടന്റ് SEO എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു AI ഫസ്റ്റ് കണ്ടന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്? AI ഫസ്റ്റ് കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരത്തെ മുതൽ നമ്മളതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെർച്ചിൽ ഒരു ഷിഫ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്സുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് വിസിബിൾ ആവാനായിട്ട് പറ്റില്ല. അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി വേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിനകത്ത് തന്നെയാണ്. കാരണം ഇത് AI സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണല്ലോ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാറ്റ് ബോട്ടുകൾ ഇതിൻ്റെ ഫ്രണ്ട് എൻഡിലുണ്ട്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് ഇതിനെ ഈ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റുകളെ പ്രോസസ്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ രീതിയിലേക്കൊരു ആ ഒരു അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത് ഈ ആൻസേഴ്സ് ജനറേറ്റ് ചെയ്ത് തരുന്നത് നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഈ മെഷീനിന് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ മെഷീൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ ഒരു ഉത്തരം അത് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആ രീതിയിലേക്കും കൂടെ നമുക്ക് കണ്ടന്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് AI ഒരു റവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 2017 മറ്റോ ആണ് ഒരു റിസർച്ച് പേപ്പർ ഗൂഗിൾ പബ്ലിഷ് ചെയ്യുന്നത്, അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്ന് പറയുന്നൊരു ഇത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഓരോ വേർഡുകളും വായിച്ച് പോകുന്ന ഒരു രീതിയല്ല യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതിന് പല റൂളുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 സെക്കൻഡ് റൂള്, 4 സെക്കൻഡ് റൂള്, ഒരു പിന്നെ എന്താ പറയുക 47 സെക്കൻഡ് റൂള്, അങ്ങനെയൊക്കെയുള്ള ഒരു റൂൾസ് ഉണ്ട് ഇതിനകത്ത്. ആ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ആദ്യം നമ്മളുടെ ഒരു പിന്നെ ഇൻട്രോ ഈ പറയുന്ന പോലെ ഒരു 4 സെക്കൻഡ് കൊണ്ട് മെഷീന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രോ അത് സ്കിപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതാണ് അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്നുള്ള ആ കൺസെപ്റ്റിനകത്ത് ഈ പറഞ്ഞ പോലെ പറയുന്ന ഒരു മേജർ സംഭവം എന്ന് പറയുന്നത്. അതായത് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിക് എന്താണ് എന്ന് അതിന് പ്രത്യേകിച്ച് ഈ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടണം. അപ്പോൾ എവിടെയാണോ അത് അറ്റൻഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും ചെയ്യും. മൊത്തമായിട്ട് പ്രോസസ് ചെയ്ത് പോവുക എന്ന് പറയുന്ന സമയത്തേക്ക് അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് കൂടുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അത് മാത്രമല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് യഥാർത്ഥത്തിൽ ഈ കണ്ടന്റ് പിന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടന്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. അതായത് വേർഡുകളുടെ കൂടെ ഈ സെമാൻറ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അതായത് വേർഡുകളുടെ മീനിങ് എന്ന് പറയുന്നൊരു സംഭവം. അതിൽ തന്നെ മറ്റ് പല സംഭവമുണ്ട്. പ്രാഗ്മാറ്റിക് സെമാൻറ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. NDT SEO എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്തേക്ക് ഇതിൻ്റെ ബേസ് ആയിട്ട് വന്നു. അപ്പോൾ ഇത് ചോദ്യങ്ങളുടെ ഈ പിന്നെ എന്താ പറയുക വാക്കുകളുടെ മീനിങ് അറിയാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ സെമാൻറ്റിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിയൽ കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ മീനിങ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാഗ്മാറ്റിക് സെമാൻറ്റിക്സ് ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ ഇതെല്ലാം നമ്മളുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മെഷീൻസിനെയും ഈ പറഞ്ഞ പോലെ നമ്മളുടെ കണ്ടൻറ്റ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റൂ. എന്നാൽ മാത്രമേ അതിന് ഇതിനകത്ത് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ പല ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിന് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഒരു റിവർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. അതൊരു പുഴയുടെ അടുത്ത് പിന്നെ തീരം എന്നുള്ള രീതിയിലേക്ക് ബാങ്ക്സ് ഓഫ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് പിന്നെ ആ ബാങ്ക് റിവറുമായിട്ട് കണക്ട് ചെയ്തതല്ല എന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻറ്റിറ്റി ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്ലാരിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിച്ചത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വേർഡുകളെ അവിടെ എംബഡ് ചെയ്ത് കൊടുക്കണം. ഈ എംബഡിങ് സംവിധാനം യഥാർത്ഥത്തിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ AI ഫസ്റ്റ് കണ്ടന്റ് സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു എൻറ്റിറ്റിയെക്കുറിച്ച് പറയുമ്പം ആ എൻറ്റിറ്റി എന്താണ് എന്ന് അതിന് വളരെ ഫാസ്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റഡ് എൻറ്റിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആട്രിബ്യൂട്ട്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാർ എന്ന് പറയുന്ന സമയത്ത് അതിന് എത്ര റേഞ്ച് കിട്ടും എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. റേഞ്ച് എന്നുള്ളൊരു വാക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും EV കാറുകളുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ മൈലേജ് എന്നാ പറയാം. നമ്മൾ ഈ പഴയ ഫ്യൂവൽ എഞ്ചിൻ കാറുകളുടെ കേസിൽ നമ്മൾ മൈലേജ് എന്നാ പറയാം. ഇവിടെ റേഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് EV കാറുകളുടെ കാര്യത്തിലായിരിക്കും എന്നതിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലേക്ക് പെട്ടെന്ന് അത് കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡുകളെ അതിനകത്ത് കൃത്യമായിട്ട് അടുക്കി വെക്കുക. ഒരു പാരഗ്രാഫിനകത്ത് വേർഡുകളെ അടുക്കി വെക്കുക. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ഉണ്ടാക്കുക. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈൻസ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് തീരുമാനിക്കുക. അതുകൂടാതെ തന്നെ ഈ വേർഡുകളുടെ മീനിങ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന വേർഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയാലോ അല്ലെങ്കിൽ ഈ എൻറ്റിറ്റീസ് ആയാലോ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വെർബുകളൊക്കെ ഉപയോഗിക്കുമ്പം വളരെ പ്രോപ്പറായിട്ടുള്ള വേർഡുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റെലവൻസ് സ്കോർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെലവൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റ് നമ്മളിപ്പോൾ ബെസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എഴുതുന്നൊരു കണ്ടൻറ്റ് അതിൻ്റെ ഒരു സ്കോർ ഇത് മെഷീൻ മനസ്സിലാക്കുന്ന ഒരു പോസിറ്റീവായ സെൻസിൽ തന്നെയാണോ എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട. അതിന് ടൂൾസൊക്കെ ഉണ്ട്. ആ രീതിയിലേക്കൊക്കെ നമ്മൾ കണ്ടൻറ്റിനെ ഒപ്റ്റിമൈസേഷൻ്റെ രീതിയെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടെക്നിക്കൽ സംഭവം അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലേക്ക് ഒരു കണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇത് മെഷീൻസ് ഒരു പരിധിവരെ നല്ല രീതിയിൽ ചെയ്യും കേട്ടോ. അതായത് ഈ കണ്ടന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ChatGPT ആയാലും അല്ലെങ്കിൽ പിന്നെ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എല്ലാം ഒരു വേർഡ് എംബഡിങ് അത് തന്നെ നല്ല രീതിയിൽ ചെയ്തു തരും. നമ്മളതിനകത്ത് ഒരുപാട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഞാൻ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു SEO പ്രൊഫഷണൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എല്ലാം എഴുതാൻ മിടുക്കരാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഒരു സിംഗിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരിക്കലും ഒരു വലിയ ആർട്ടിക്കിൾ ജനറേറ്റ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കുക, എഴുതാനായിട്ട് ഈ പറഞ്ഞ പോലെ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് ഉപയോഗിക്കുക. അപ്പോൾ അത് മെഷീനും കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ അത് നല്ല രീതിയിലേക്ക് എഴുതി തരും. പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്വയറി ഫാൻ ഔട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ പാരഗ്രാഫ് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതിനകത്തൊരു കോൺട്രാഡിക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഈ ചങ്കിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് നമ്മൾ ചെറിയ ചെറിയ പാരഗ്രാഫുകൾ എഴുതണം എന്നൊക്കെ.
പക്ഷേ ഈ ചങ്കിങ് ഈ പറഞ്ഞ പോലെ ഓരോ ലാർജ് ലാംഗ്വേജ് മോഡലിനെ സംബന്ധിച്ചും ഡിഫറൻ്റ് ആണ്. അത് ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ അനുസരിച്ചിട്ട്, അതായത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളുടെ എണ്ണം ഓരോ ലാർജ് ലാംഗ്വേജ് മോഡലിനും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് കൺട്രോളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് SEO എഞ്ചിനീയേഴ്സ് അടക്കം പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റോമിക് കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ കണ്ടന്റിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. അറ്റോമിക് കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റിനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും അതൊരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആ പർട്ടിക്കുലർ പാരഗ്രാഫിനകത്ത് തന്നെ കിട്ടണം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നു. ആ സാമ്പാറിനകത്ത് വെണ്ടക്ക കഷ്ണമുണ്ട്, തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതായത് ഒരു ആറ്റത്തിൻ്റെ ഏതൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു സാമ്പാറിന് എന്തൊക്കെ ടേസ്റ്റ് ഉണ്ടോ എന്തൊക്കെ ഗുണമുണ്ടോ അതെല്ലാം വെണ്ടക്കയുടെ കഷ്ണം എടുത്തിട്ട് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു AI നമ്മുടെ കണ്ടന്റിനകത്ത് വന്നിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് നോക്കുമ്പം അത് ഇന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ട് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആറ്റോമിക് കണ്ടന്റ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റോമിക് കണ്ടന്റ് എന്നുള്ള രീതിയിലേക്കും നമ്മൾ നമ്മുടെ കണ്ടന്റിനെ സ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന ഒരു രീതി, ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി എന്നുള്ളത് ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. അത് നേരത്തെ മുതലേ നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഡയറക്റ്റ് ആൻസേഴ്സ് എന്നുള്ളത് NDT SEO സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതലേ തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആറ്റോമിക് കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആൻസേഴ്സ് എഴുതുക എന്നുള്ള രീതിയിലേക്ക് ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ഇൻട്രോ വായിച്ചു കഴിഞ്ഞാൽ അതിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ശ്രദ്ധിക്കണം. ഹെഡ്ലൈൻസ് മാത്രമായിട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, അത് ഏത് ആംഗിളിലാണ് പറയുന്നതെന്ന് മനസ്സിലാവണം. ഈ രീതിയിലൊക്കെ കണ്ടന്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ AI ഫസ്റ്റ് കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കോഴ്സിനകത്ത് ഇത് കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. AI ഫസ്റ്റ് കണ്ടന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് വളരെ നേരത്തെ മുതലേ നമ്മൾ കണ്ടന്റ് റൈറ്റിംഗ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരു NDT SEO ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ AI വന്നപ്പോഴേക്ക് അതിൻ്റെ ആ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. പല ബിസിനസ്സുകൾക്കും അതിൻ്റെ റിസൾട്ടുകളും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ കോഴ്സിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെ പോകണം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്. ഓർഗാനിക് ഗ്രോത്ത് മാസ്റ്റർ എന്നിട്ട് നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. AI ഫസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ ആ കോഴ്സിൻ്റെ കാര്യം. അത് എന്ന് വെച്ചാൽ AI പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഗാനിക് ഗ്രോത്ത് മാസ്റ്റർ എന്ന് പറയുന്നതിനകത്ത് AI ഫസ്റ്റ് അപ്രോച്ചാണ്. കാരണം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ AI സെർച്ച് എഞ്ചിൻ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2-3 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായിരിക്കും വരിക. അപ്പോൾ ഷിഫ്റ്റ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു അപ്രോച്ച് സ്വീകരിച്ചേ പറ്റൂ. ഇപ്പോഴേ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് AI ഫസ്റ്റ് കണ്ടന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ SEOയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ AI സെർച്ച് എഞ്ചിൻ ആയാലും അല്ലെങ്കിൽ AI SEO അല്ലെങ്കിൽ ജനറേറ്റീവ് SEO എന്തോ ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഈ റാങ്കിങ് എന്ന് പറയുന്നത് ഒരു ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്? റാങ്കിങ്ങിന് പകരം നമ്മൾ AI വിസിബിലിറ്റി പോലുള്ള അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്? അത് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ്. അതായത് ഫ്യൂച്ചർ ഓഫ് SEO എന്ന് പറയുന്നത് ലെസ് റാങ്കിങ് എന്നുള്ള ആ ഒരു, നമ്മൾ അതിനെക്കുറിച്ച് അധികം കൺസേൺ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിലവിലുള്ള ഒരു സിസ്റ്റം വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് സ്റ്റിൽ, അതായത് SEO തന്നെയാണ് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ സോഴ്സായിട്ട് നിലവിലുള്ള ഒരു CRP റിസൾട്ടുകളെ ഗൂഗിൾ അല്ലെങ്കിൽ ജെമിനിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPT ആണെങ്കിൽ പിന്നെ ബിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ChatGPT ഗൂഗിളിൽ നിന്ന് പോലും എടുക്കാറുണ്ട്. പെർപ്ലക്സിറ്റിയൊക്കെ ഈ റാങ്കിങ്ങിൽ നിന്ന് എടുക്കുന്ന ഒരു സംവിധാനം വന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അതായത് റാങ്കിങ്ങിലുള്ള വെബ്സൈറ്റുകൾ അത്യാവശ്യം അതോറിറ്റേറ്റീവ് വെബ്സൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ്. ആ രീതി തീർച്ചയായിട്ടും മാറും. റാങ്കിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറും. അത് മാറേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ കോമറ്റ് ബ്രൗസർ വന്ന സ്ഥിതിക്ക് അതിൻ്റെ പുറകെ ChatGPTക്ക് ഒരു ബ്രൗസർ വരാനുള്ള സാധ്യത പിന്നെ വരുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സെർച്ച് GPT വരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ChatGPTക്ക് ഒരു ഏജൻറ്റിക് ബ്രൗസർ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബ്രൗസർ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഗൂഗിളും ആ രീതിയിലേക്ക് പൂർണ്ണമായിട്ടും മാറും. ഗൂഗിളിന് ഇപ്പോൾ AI സ്റ്റുഡിയോ ഉണ്ട് എങ്കിൽ പോലും അതൊരു ബ്രൗസറല്ല. അപ്പോൾ ഒരു AI ബ്രൗസർ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ അവരും വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ റാങ്കിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലാതാവും. നമ്മൾ അതിനകത്ത് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പഴയ SEO പ്രാക്ടീസിനകത്ത് ബേസ് ചെയ്തുകൊണ്ട് GEO അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ആ രീതി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ
അതിന് പ്രത്യേകിച്ചിട്ട് അടിസ്ഥാനമൊന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ പല ഉത്തരങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നിലവിൽ റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് തന്നെയാണെന്നുണ്ട്. റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റുകൾ എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് കൂടിയാണ് റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന മറ്റ് വെബ്സൈറ്റുകൾക്കും അവിടെ സാധ്യതയുണ്ട്. അവിടെ റാങ്കിങ്ങിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റാങ്കിങ് എന്നുള്ളൊരു സംവിധാനം പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഇല്ലാതായി എന്ന് വരാം. അതിനകത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കിങ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. പകരം ഒരു ചോദ്യത്തിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഉത്തരം ഏത് വെബ്സൈറ്റാണ് കൊടുക്കുന്നത് അവർ പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ വിസിബിൾ ആവും എന്നുള്ളതാണ് വരിക. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ അതിൻ്റെ ഇൻറ്റൻറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു വെബ്സൈറ്റ് ആയിരിക്കും അവിടെ, അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആൻസേഴ്സ് എടുത്തു എന്ന് വരിക. അപ്പോൾ റാങ്കിങ് എന്നുള്ള ചില പാരാമീറ്റേഴ്സ് അവിടെ മാറിയെന്ന് വരും. പ്രത്യേകിച്ച് ഇപ്പോൾ റാങ്കിങ്ങിന് വലിയ എന്താ പറയുക ഇതായിട്ട് നോക്കുന്ന ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു നേരത്തെ ഈ പറഞ്ഞല്ലോ ട്രഡീഷണൽ SEOയിൽ പിന്നെ റാങ്കിങ് അൽഗോരിതങ്ങളായിട്ട് വരുന്ന ഒരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണത്. അപ്പോൾ ആ അൽഗോരിതത്തിൻ്റെ ബേസിലായിരിക്കില്ല ഈ വർക്ക് ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞു, അത് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ബ്രാൻഡ് മെൻഷൻസിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ഒപ്റ്റിമൈസേഷനും കൂടെ ആളുകൾ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഈ റാങ്കിങ് എന്നുള്ളൊരു സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ഇതിന് ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. ഇതാണ് ഫ്യൂച്ചറിൽ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മിക്കവാറും ഒക്കെ സർവീസ് വെബ്സൈറ്റുകളുടെ കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SaaS പ്രൊഡക്റ്റുകളുടെ കാര്യമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇ-കൊമേഴ്സ് SEO ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ കൺസേൺ ഉണ്ട്. ഈ ബ്രാൻഡുകൾക്ക് വലിയ പ്രോമിനൻസ് ഒക്കെ കിട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഒരു വലിയ കൺസേൺ ഈ ആമസോൺ പോലുള്ള വലിയ കമ്പനികളുടെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ കമ്പനികൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കുമോ ഈ പറഞ്ഞ പോലെ ഈ ChatGPT അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജെമിനിയോ അല്ലെങ്കിൽ AI മോഡലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ അവർ സജഷനായിട്ട് മിക്കവാറും കൊടുക്കുക, അവരുടെ ഒരു ഡൊമിനൻസി ഉണ്ടാവുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കൺസേൺ കൂടിയാണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത്? ഇ-കൊമേഴ്സ് SEOയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള കൺസേൺ അത് ഈ പറഞ്ഞ പോലെ ബിഗ് ബ്രാൻഡുകളായ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോൺ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ബ്രാൻഡുകൾ ഈ പിന്നെ ടാറ്റയുടെയൊക്കെ വലിയ ബ്രാൻഡുകൾ നമുക്കിപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നിലവിൽ ഡോമിനേറ്റ് ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾക്കറിയാം ഒരു ഇനീഷ്യേറ്റീവ് ChatGPTയുടെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അവർ കൊണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഷോപ്പിഫൈയും ChatGPTയുള്ള ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്. എല്ലാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഇനി AI സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം അതുമായിട്ട് വരും. ആ രീതിയിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് തന്നെ അതിന് ഷോപ്പിംഗ് ഗ്രാഫുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും, അതിന് ആൻസേഴ്സ് കാണിക്കാനും പറ്റും. അപ്പോൾ അവിടെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രോഡക്റ്റ് ആളുകൾ സെർച്ച് ചെയ്യുന്നത് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആളുകൾ സെർച്ച് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഏത് പിന്നെ ആംഗിളാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്ന് ചിലപ്പോൾ ഈ AI സെർച്ച് എഞ്ചിൻ ചിന്തിക്കാൻ തുടങ്ങും. കാരണം ഒരാൾക്ക് ഒരു കാറ് തന്നെ ഫാമിലി കാർ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അത് തന്നെ ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് കാർ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ സെർച്ച് ചെയ്തേക്കാം. കാറിൻ്റെ കേസാണ് പറഞ്ഞത്. പ്രൊഡക്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി കഴിക്കുന്നവരുണ്ടാവും, വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടുണ്ടാവാം, മസിൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടുണ്ടാവാം, പല കാര്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കേസുകൾ വരുന്ന സമയത്ത് ഏത് പ്രോട്ടീൻ പൗഡറാണോ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യേണ്ടത്, ഏത് കമ്പനിയുടെ ആണ് എന്നുള്ള രീതിയിലേക്ക് അവർ ഈ യൂസ് കേസ് അനുസരിച്ചിട്ട് ചിന്തിച്ചിട്ട് സജസ്റ്റ് ചെയ്യുന്ന രീതി വരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞല്ലോ, നീഷ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം നീഷിലുള്ള ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവർ ചില പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ആയിരിക്കും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരം പിന്നെ സെർച്ചുകളിൽ അവർക്ക് ഡൊമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെയാണ് അവരുടെ പ്രോഡക്റ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് അവരുടെ കണ്ടന്റ് സ്ട്രാറ്റജിയും മാറ്റണം കേട്ടോ. ആ സ്പെസിഫിക് പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കി അത്തരം ബയർ പേഴ്സോണെ കണ്ടെത്തി ആ രീതിയിലേക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ സ്ട്രാറ്റജി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പോലെ അവരുടെ കണ്ടന്റ് സ്ട്രാറ്റജി, അവരുടെ വെബ്സൈറ്റിലെ സ്ട്രാറ്റജി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബ്രാൻഡുകളോട് അല്ലെങ്കിൽ ആ ബ്രാൻഡുകൾ വിസിബിൾ ആവും എന്നുള്ള ഒരു പേടിയിൽ ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ അതിൽ കൺസേൺ ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉള്ളതാണ്. ആ ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അത് വലിയ ബ്രാൻഡുകൾക്കുള്ളതല്ല. അതാണ് SEOയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരുപാട് കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യുന്ന ആഡിൻ്റെ ഇൻഡസ്ട്രി പോലെ അല്ല SEOയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ആ ഒരു ഓർഗാനിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഓർഗാനിക് മാർക്കറ്റിംഗ് ചാനലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്. ഈ ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യത്തിലും ഇത്തരം കാര്യങ്ങളിലും നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും
ഈ പറഞ്ഞ പോലെ ചെറിയ ബ്രാൻഡുകൾക്ക് നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ. ഇനി വേറൊരു സെനറിയോയിൽ നമുക്ക് പോവാം. അതായത് B2B SEO. ഇവിടെ SEOയിൽ നമുക്കറിയാം, അതായത് ഈ സെയിൽസ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ നീണ്ടതാണ്. മിക്കവാറും ഈ പറഞ്ഞ പോലെ വരുന്ന ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അതിന് ഡെമോ ഗൈഡുകൾ കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ഗൈഡുകൾ, ഇവർക്ക് എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് വിശദീകരിച്ച് കൊടുക്കുന്ന പലതരത്തിലുള്ള വൈറ്റ് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വേണ്ടി വരും. അപ്പോൾ കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ വായിച്ച് അത് മനസ്സിലാക്കിയാണ് ഈ പറഞ്ഞ പോലെ ആളുകൾ ഈ പർച്ചേസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമറെ ഓൺബോർഡ് ചെയ്യപ്പെടുന്നത് ആ രീതിയിലുള്ള കണ്ടന്റുകളിലൂടെ കൊണ്ടുപോയതിന് ശേഷമാണ് പലപ്പോഴും ഈ B2B സെയിൽസ് സൈക്കിളിനകത്ത് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം കണ്ടന്റുകൾ അധികം ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള സമ്മറി മാത്രമാണ് പലപ്പോഴും ഈ AI സെർച്ചിലൊക്കെ വിസിബിളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണോ ഇനി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ രീതിയിൽ ഈ സമ്മറി മാത്രമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്താൽ മതി എന്നാണോ? എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു B2B SEO അല്ലെങ്കിൽ അതേ കണ്ടന്റ് സ്ട്രാറ്റജി നമ്മളിനി പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ളത്? അത് പറഞ്ഞതുപോലെ B2B അല്ലെങ്കിൽ SaaS പ്രൊഡക്റ്റുകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ സെയിൽസ് സൈക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതായത് ഒരു എൻക്വയറി വന്നു, ആ എൻക്വയറി വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ എൻക്വയറി തന്നെ നിങ്ങൾക്കറിയാം വളരെ റെയറായിട്ടായിരിക്കും ഒരു എൻക്വയറി വരിക. അപ്പോൾ പ്രോഡക്റ്റ് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഡെമോസ് കൊടുക്കേണ്ടി വരും, പിന്നെ അതിനകത്ത് നമ്മൾ അവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള പല സ്റ്റേജസിലൂടെ പോയിട്ടാണ് ഇത് ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സെയിൽസിന് വേണ്ടിയിട്ട് പിന്നെ അവരെ വിളിക്കുന്ന ആളുകളുണ്ടാവും, ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, ചിലപ്പോൾ റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം കേട്ടോ. അതായത് ഇത്തരം കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യാതിരിക്കരുത് ഒരിക്കലും. അതായത് അവയർനെസ് ലെവലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഗൈഡുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുക. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ഇത് ഉപയോഗിക്കണം, എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത്, ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെല്ലാം ഇവരുടെ വെബ്സൈറ്റുകളിലേക്ക് ഇനി ആളുകൾ കയറില്ല. ഇപ്പോൾ ഹോസ്റ്റിഞ്ചറിൻ്റെ തന്നെ പിന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ചാറ്റ് ബോട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് എല്ലാ ചാറ്റുകളും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു AI ചാറ്റ് ബോട്ടിനെ വെച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും അവർ പറയുന്നത്. നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരോട് ഈ പറഞ്ഞ പോലെ ഒരു ഏജൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ ഒരു ഹ്യൂമൻ ഏജൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുവരെ എല്ലാ കാര്യങ്ങളും അത് തന്നെ സൊല്യൂഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിനെ ഒരു ഡാറ്റാ ബേസ് ആയിട്ട് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു സോഴ്സായിട്ട് എടുത്തുകൊണ്ട് ഈ ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ ഇപ്പം നമ്മളുടെ പിന്നെ ഒരു SaaS പ്രോഡക്റ്റ് ഒരാൾ വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചതിന് ശേഷമോ എന്ന് വിചാരിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ പോലെ പെർപ്ലെക്സിറ്റിയിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI മോഡിലോ, അല്ലെങ്കിൽ ജെമിനിയിലോ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കാം, ChatGPT ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടണ്ടേ? ആ ഡീറ്റെയിൽസ് മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബൈയിങ് ഗൈഡുകളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെമോ ഗൈഡുകളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനകത്ത് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. കാരണം ആളുകൾക്ക് അത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ആൻസേഴ്സ് കിട്ടും എന്നുള്ളത് കൊണ്ടും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ പറഞ്ഞ പോലെ പെർപ്ലെക്സിറ്റിയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോമറ്റോ, അല്ലെങ്കിൽ ഏത് എഞ്ചിനായാലും അത് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക, അവരുടെ വേർഷനായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു ജേണിയിൽ ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഇവരുടെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന സംഭവം ഈസിയായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഡാറ്റാ ഹൗസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു കണ്ടന്റ് ഹബ്ബ് എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ വെബ്സൈറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ AI സെർച്ച് എഞ്ചിനുകൾക്കുള്ള സപ്പോർട്ട് ചെയ്യുന്ന, ഇവർക്ക് ഫീഡ് ചെയ്യുന്ന കണ്ടന്റുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഒരു SEOയിൽ, അല്ലെങ്കിൽ SaaSൻ്റെ SEOയിൽ, അല്ലെങ്കിൽ B2B ഈ പറഞ്ഞ പോലെ SEOയിൽ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടന്റ് നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. കണ്ടന്റ് നിർത്തുക എന്നുള്ളത് ഏത് സെഗ്മെൻറ്റിലായി കഴിഞ്ഞാൽ, ഏത് നീഷിലായി കഴിഞ്ഞാലും അതൊരു വലിയ മണ്ടത്തരം തന്നെയായിരിക്കും. ഇനി എല്ലാവരും പറഞ്ഞ പോലെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, AI കണ്ടന്റ് റാങ്ക് ചെയ്യോ, അല്ലെങ്കിൽ AI കണ്ടന്റ് നല്ലതാണോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എല്ലാവരുടെയും ഒരു സംശയമാണത്. ഇത് എല്ലാ കാലമുള്ള ഒരു വലിയ ചോദ്യമാണ്. AI കണ്ടന്റ് നല്ലതാണോ എന്നുള്ളത് ഈ പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് പണ്ടൊക്കെ സ്പിൻ ചെയ്തിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുമായിരുന്നു, പാരാഫ്രൈസ് ചെയ്തിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന പിന്നെ മോഡലുകൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മോഡൽ എന്ന് പറയാൻ പറ്റില്ല, അതുപോലുള്ള ടൂളുകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
ഇമേജോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് മോഡൽസാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മോഡൽസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതെന്താണ് ജനറേറ്റ് ചെയ്തത്, ഇത് റെലവൻ്റ് ആണോ അല്ലോ എന്നുള്ള കാര്യത്തിൽ അതിന് തന്നെ യാതൊരു ഉറപ്പുമില്ല. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്, അത് പ്രോബബിലിറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അതൊരു പാറ്റേൺ വെച്ചിട്ട് അതിന് ഈ പറഞ്ഞ പോലെ സിമിലർ ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പാറ്റേണിലാണ് ഇത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇത് കൃത്യമായി ആലോചിച്ച് പിന്നെ ഈ തപ്പിയെടുത്ത് കണ്ടുപിടിച്ച് ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊരു ആംഗിൾ കൊടുത്ത് അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചിട്ട് അതൊരു ആംഗിൾ ഫിക്സ് ചെയ്യുന്നതാണ്. ആ സെൻറ്റിമെൻ്റൽ അനാലിസിസ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ അതിനറിയാം. ആ ബയർ പേഴ്സോൺ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത്തരം കാര്യങ്ങളൊക്കെ എടുക്കും. ഇതൊക്കെ ബ്രില്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് പ്രോപ്പറാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ ഒരു ഡൊമൈനിൽ നോളജ് ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു കണ്ടൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ എറേഴ്സ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഗൂഗിളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത്, ഇപ്പോൾ ഈവൻ ChatGPT പോലും കണ്ടൻറ്റ് റൈറ്റേഴ്സിനെ അവിടെ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കണ്ടൻറ്റ് സ്ട്രാറ്റജിസ്റ്റിനെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ChatGPT ആയാലും ഏത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആയാലും അതിന് ഈ പറഞ്ഞ പോലെ ഹലൂസിനേഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഡൊമൈൻ നോളജ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ആപത്തിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇൻപുട്ട് കൃത്യമായിട്ട് കൊടുക്കുക, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആ കണ്ടൻറ്റ് നമുക്ക് ഉപയോഗിക്കാം, റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കൃത്യമായിട്ടൊരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഇടപെട്ടിട്ട് അതിനെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് ഇത് ഓക്കെ ആണോ, ഇത് ഹെൽപ്ഫുൾ ആണോ, ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ആ രീതിയിൽ വേണം പബ്ലിഷ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ആയിട്ട് കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ഈ പറഞ്ഞ പോലെ ഒരു അപകടത്തിലേക്കായിരിക്കും പോവുക. അത് ഈ പറഞ്ഞ പോലെ ഈ നമ്മളുടെ ഈ സമൂഹത്തിന് തന്നെ ഈ മോശമാകുന്ന രീതിയിലേക്കുള്ള റോങ് ഇൻഫർമേഷൻ വരെ പോയേക്കാം. അതുകൊണ്ട് അത്തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം എന്താ പറയുക കമ്പനികൾ തന്നെ ഈ കണ്ടൻറ്റ് അനലൈസ് ചെയ്യാനായിട്ട് ആളുകളെ വെക്കാറുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ സ്കീമ മാർക്കപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ സ്കീമ മാർക്കപ്പിന് ഇപ്പോൾ വലിയൊരു പ്രാധാന്യം പല സ്ഥലത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഹൈപ്പാണോ അല്ലെങ്കിൽ AI സെർച്ചിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് സ്കീമയ്ക്ക് ഇത്രയധികം റോൾ ഉണ്ടോ യഥാർത്ഥത്തിൽ? സ്കീമയുടെയും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ട്രക്ചേർഡ് ഡാറ്റ വേറെ, സ്കീമ വേറെയാണ് കേട്ടോ. അപ്പോൾ സ്കീമയുടെ ഒരു കാര്യം വരുമ്പോഴേക്ക് പല ആളുകളും ഇപ്പോൾ AI സെർച്ചിലേക്ക് ഫസ്റ്റ് വിസിബിൾ ആവണം എന്ന് പറയുന്ന സമയത്ത് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സ്കീമ നമ്മൾ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. സ്കീമ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കാരണം എന്ന് വെച്ചാൽ സ്കീമ നമുക്ക് ഈ കണ്ടൻറ്റ് എന്താണ് എന്നും അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കോണ്ടക്സ്റ്റുകൾ നമുക്ക് ഈ സെർച്ച് എഞ്ചിന് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ കീവേഡ് സ്റ്റഫിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓവറായിട്ട് സ്റ്റഫ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്കീമ സ്റ്റഫിങ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത് ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ചിലപ്പോൾ കിട്ടാതെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാം. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ AI സെർച്ചിൽ മാത്രമല്ല ട്രഡീഷണൽ സെർച്ചിലും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക പല കണ്ടൻറ്റുകളും നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ കോണ്ടക്സ്റ്റുകൾ വേണ്ട രീതിയിലേക്ക് നമുക്ക് സെർച്ച് എഞ്ചിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ നമ്മളൊരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പം അതിനകത്ത് അത് ഏത് ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ബയർ പേഴ്സോണ SEO എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഏത് തരം ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കമ്പനി ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ എക്സ്പെർട്ടൈസൻസ് എന്താണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ പറയേണ്ടി വരും. ഇതെല്ലാം കണ്ടൻറ്റിനകത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്കീമ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള കോണ്ടക്സ്റ്റുകൾ ചില ഇൻഫർമേഷൻസൊക്കെ ഗൂഗിളിന് ഈ സെർച്ച് എഞ്ചിൻസിനും AI സെർച്ച് എഞ്ചിൻസിനും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് ഒരു നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്റ്റായിട്ടുള്ള സ്കീമ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ചില ആളുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട്. അതായത് ഈ പല ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ schema.org ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കീമ വിഷ്വലൈസർ ടൂളുകളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വെബ്സൈറ്റുകളിൽ പോയിട്ട് നോക്കും ഇവർ ഏതൊക്കെ സ്കീമ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതേപോലുള്ള സ്കീമ നമ്മളിവിടെ കോപ്പി ചെയ്തിട്ട് കൊണ്ടുവന്നിടുന്ന ഒരു പരിപാടിയുണ്ട്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ അത് സെർച്ച് എഞ്ചിനെ അല്ലെങ്കിൽ മെഷീനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷനാണ് അറിയിക്കേണ്ടത്, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയിക്കാം.
അപ്പോൾ ചിലപ്പോൾ ഓതേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആവാം, ചില പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളതാവാം, ചിലപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ പറ്റിയിട്ടുള്ളതാവാം, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു പിന്നെ ആ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളതാവാം. ഏത് രീതിയിലും നമുക്ക് ആ കാര്യങ്ങൾ ഈ പറയുന്ന അഡീഷണൽ ആയിട്ട് ഗൂഗിളിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെ മറ്റു വശങ്ങളും കൂടെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കീം ഉപയോഗിക്കാം. അപ്പോൾ സ്കീമൊക്കെ യഥാർത്ഥത്തിൽ നല്ലൊരു റോൾ ഇതിനകത്തുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സ്റ്റഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതായത് ഓവറായിട്ടുള്ള സ്കീമാസ് വരുമ്പോൾ അത് കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സ്കീമ അത് മാത്രം എടുക്കുക. അതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. പിന്നെ സ്ട്രക്ചേർഡ് ഡാറ്റയുടെ ഒരു കാര്യം, സ്ട്രക്ചേർഡ് ഡാറ്റ എപ്പോഴും ഈ പറഞ്ഞ പോലെ മെഷീൻസിന് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കണ്ടൻറ് റൈറ്റിങ്ങിനകത്ത് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. അതായത് അത് നേരത്തെ നമ്മൾ AI റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ടേബിൾസ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ലിസ്റ്റായിട്ട് പറയുന്നതും അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കണ്ടൻറ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ നല്ലത് തന്നെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്ട്രക്ചേർഡ് ഡാറ്റ ആയാലും സ്കീമ ആയാലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AIയിലും നല്ലൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ ഗൂഗിൾ റാങ്കിങ്ങിൻ്റെ ഒരു കേസിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ളത് തന്നെ ഒരു പാരാമീറ്റർ നമുക്ക് നോക്കാം. അതായത് ഈറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക്, എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്നെസ്, അതോറിറ്റേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് AI സെർച്ച് എഞ്ചിൻ്റെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഈ ഈറ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്നെസ്, അതോറിറ്റേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്, ഇത് എല്ലാ ഫീൽഡിലും ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ SEOയിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു അതോറിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അപ്ലിക്കബിൾ ആണ്. എല്ലാ റിയൽ ലൈഫിലും ഇത്തരം കാര്യങ്ങൾ വേണം. അതായത് ഇപ്പം നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ആ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് അയാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ചിലപ്പോൾ ഒരു രോഗത്തിന് ചികിത്സ ചെയ്യുക, അതിന് സർജറി ചെയ്യുക, അതായിരിക്കും വേണ്ടത്. അപ്പോൾ അയാൾ എത്ര വർഷമായിട്ട് സർജറി ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അയാളുടെ സ്ഥാപനം ഒരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലാണോ അയാൾ ജോലി ചെയ്യുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ട്രസ്റ്റ്, ഇയാൾ ഇതിനു മുമ്പ് പിന്നെ ചികിത്സിച്ച ആളുകൾ ഇയാളെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഇയാൾ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ, ഈ മെഡിക്കൽ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് റിയൽ ലൈഫിൽ. ഇതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ഓൺലൈനിലേക്ക് വരുമ്പം ഈ എൻറ്റിറ്റീസിൻ്റെ പിന്നെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്വാളിറ്റിയുള്ള ഒരു സോഴ്സിൽ നിന്ന് മാത്രമേ AI എപ്പോഴും റിസൾട്ടുകൾ എടുക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ട്രഡീഷണൽ സെർച്ചിലായാലും ഈ ഈറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ റാങ്കിങ് ഫാക്ടറായിട്ട് പറയുന്നില്ല, പക്ഷേ അതൊരു ക്വാളിറ്റി ഫാക്ടറാണ്. റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഒരു ക്വാളിറ്റിയുള്ള സോഴ്സിൽ നിന്ന് കാണിക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ സെർച്ചിൽ എപ്പോഴും ഗൂഗിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് AIയിലേക്ക് വരുമ്പോഴും അതേ സംഭവം തന്നെയാണ്. റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ക്വാളിറ്റി ഉള്ള ഒരു സോഴ്സിൽ നിന്ന് അത് കാണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടേഴ്സ് നമ്മൾ എൻഷുർ ചെയ്യുക, അത് നമ്മുടെ വെബ്സൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ക്വാളിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഇത്തരം ക്രെഡിബിൾ സിഗ്നൽസ് ഇല്ലാത്തൊരു വെബ്സൈറ്റിനെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈറ്റ് AI സെർച്ചിൻ്റെ കാലഘട്ടത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇനി ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ ഈ SEO എക്സ്പേർട്ട് അല്ലെങ്കിൽ SEO പ്രൊഫഷണൽ, SEO സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ജോബ് ടൈറ്റിലുകളൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു SEO എക്സ്പേർട്ട് എന്ന് പറയുന്നത് കുറേ വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് SEO എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന രീതി മാറി വരികയാണെന്ന് പറഞ്ഞു. റെലവൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഇതിലേക്കാണ് പോകുന്നത്. AI വിസിബിലിറ്റി എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് തോന്നുന്നു കൂടുതലും ഈ പറഞ്ഞ പോലെ റെലവൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീം ലൈൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് സാധ്യത. കാരണം AI സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലേക്കാണ്. അത് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഏത് വെബ്സൈറ്റാണോ കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വെബ്സൈറ്റിലെ കണ്ടൻറ്റിനെ റെലവൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അപ്പോൾ അത് റെലവൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. റെലവൻസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ഒപ്റ്റിമൈസേഷൻ പ്രാക്ടീസ് അല്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ കീവേഡിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക ആ രീതിയിലേക്കല്ല ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ സെൻറ്റിമെൻറ്റ്സിന് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ ആണോ നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ
അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റെലവൻസ് എഞ്ചിനീയേഴ്സ് അവർ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഈ ചോദ്യത്തിന് റെലവൻ്റ് ആണോ അല്ലയോ എന്ന് ആദ്യമേ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അത് എത്രത്തോളം പെർഫോം ചെയ്യും എന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂളുകളുണ്ട്, പല ടൂളുകളുണ്ട്. ഇപ്പോൾ വേർഡ് എംബഡിങ് ടെസ്റ്റ് ചെയ്യുന്ന ടൂളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കണ്ടന്റ് എല്ലാം ആപ്റ്റാണോ റെലവൻ്റ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ട്രഡീഷണലായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന യോസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഗ്രീൻ സിഗ്നൽ കത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാങ്ക് മാത്തുള്ളത് പിന്നെ ഫുൾ സ്കോർ വരിക, ഏതെങ്കിലും ടൂളിൽ SEO സ്കോർ 100 കാണിക്കുക, ഈ പാരാമീറ്റേഴ്സ് ഒന്നും ആയിരിക്കില്ല. അവിടെ വരുന്നത് ആ ചോദിക്കുന്ന ആളുടെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചോദിക്കുന്ന ആളുകളുടെ പ്രോബ്ലത്തിന് വളരെ ആപ്റ്റായിട്ടുള്ള അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ആയിരിക്കും ഒരു പക്ഷേ നോക്കുന്നത്. അതിനെയാണ് ഈ റെലവൻസ് എഞ്ചിനീയറിംഗ് പറയുന്നത്. വളരെ ബേസിക്കായിട്ട് പറയുന്നത് റെലവൻസ് എഞ്ചിനീയറിംഗ് അതിനെയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് SEO എക്സ്പേർട്ട് എന്നോ അല്ലെങ്കിൽ SEO സ്പെഷ്യലിസ്റ്റ് എന്നോ ഇല്ല പേരുകൾ ഒരുപക്ഷെ മാറിയേക്കാം. ഈ തരത്തിലുള്ള ഒരു ജോലി പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ജോലികൾ പുതിയതായിട്ട് ഇവോൾവ് ചെയ്ത് വരാം. സ്വാഭാവികമായിട്ടത് 2025-30 ആകുമ്പോഴേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാവരും പറയുന്ന മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ ഗൂഗിളിൻ്റെ ആധിപത്യം അവസാനിക്കാൻ പോവുകയാണോ യഥാർത്ഥത്തിൽ? ഗൂഗിളിൻ്റെ ആധിപത്യം അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഒരു ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇലൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഈ എമ്പുരാനിലും ലൂസിഫറിലും ഒക്കെ ട്രൈ ചെയ്ത് ഇലൂമിനാറ്റി എന്നൊക്കെ പറയുന്നത് പോലൊരു സംഭവമാണ്. അതായത് ഈ അടുത്ത് ഗൂഗിളിനൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഗൂഗിളിൻ്റെ ഒരു മൊണോപ്പൊളി അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അമേരിക്കൻ കോടതികളിൽ നടന്ന ഈ കേസിൽ ഗൂഗിളിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് നേരത്തെ അറിയായിരുന്നു, ഗൂഗിളിന് അനുകൂലമായിട്ടാണ് ആ വിധി വരിക എന്നുള്ള കാര്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൂഗിൾ ഒരു വലിയ മൊണോപ്പൊളിയാണ്. ഈ മൊണോപ്പൊളി അറിയാലോ, കുത്തകകളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇവർ തന്നെയാണ് പലപ്പോഴും ഈ പറയുന്ന സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പല ടൂൾസ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. തിയററ്റിക്കലി നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും, കാരണം അതാണ് വാസ്തവം. ഇതിനെയൊക്കെ അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ആധിപത്യം അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെർച്ച് മാറിപ്പോയേക്കാം. ഒരുപക്ഷെ ഗൂഗിൾ സെർച്ച് എന്നുള്ള രീതിയിലേക്ക് സെർച്ചിൽ ഇവർക്കൊരു ഡൊമിനൻസ് ഇല്ലാതാവാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ കോണ്ടക്സ്റ്റിൽ ഗൂഗിളിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് സെർച്ചിൻ്റെ ആധിപത്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ സെർച്ചിൻ്റെ ആധിപത്യം ഇല്ലാതായി പോയേക്കാം. ഡൈവേഴ്സിഫൈ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലേക്ക് അത് മാറിപ്പോകുന്നത് തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷേ ഗൂഗിൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ആ ചിത്രത്തിൽ ഇല്ലാതാവില്ല. കാരണം എന്ന് വെച്ചാൽ കൊഡാക്കിന് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റൊരു കമ്പനിക്ക് സംഭവിച്ചതുപോലെ അല്ല ഈ കേസിൽ ഗൂഗിളിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഗൂഗിൾ അവിടെ കൃത്യമായിട്ട് ആ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് വളരെ കാലം മുമ്പേ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് വന്ന ആളുകളാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. കാരണം പാസേജ് ഇൻഡെക്സിങ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ആൻസർ എഞ്ചിൻ എന്നുള്ള രീതിയിലേക്ക് ഗൂഗിൾ നേരത്തെ തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ സെർച്ച് സംവിധാനങ്ങളിൽ നേരത്തെ തന്നെ ഗൂഗിൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഏജൻറ്റിക് ബ്രൗസർ എന്നുള്ള രീതിയിലേക്ക് ഗൂഗിൾ ഇപ്പോൾ മാറാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു ആഡ് റവന്യൂ എന്നുള്ളൊരു സംഭവം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ബിസിനസ് മോഡൽ വളരെ പെട്ടെന്ന് മാറ്റണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരതിനേക്ക് പോകാത്തത്. പക്ഷേ തീർച്ചയായിട്ടും അവർക്കൊരു ഏജൻറ്റിക് ബ്രൗസർ അല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊരു ആക്യുറസിയിൽ ഈ പറയുന്ന ടാസ്കുകൾ ചെയ്യുന്ന ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആ രീതിയിലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. പിന്നെ ഇത് നേരത്തെ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഗൂഗിളിൻ്റെ ഇനിയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സെർച്ചിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഡ് കാണിച്ചുകൊണ്ടുള്ള പിന്നെ റവന്യൂവിൽ നിന്നോ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. AI ടൂൾസ് അല്ലെങ്കിൽ AI ആയിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ടൂളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ പല സർവീസുകളും കൊടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ റവന്യൂ മോഡൽ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് AI സെർച്ച് വരാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ടാസ്കുകൾ ഫുൾഫിൽ ചെയ്യുന്ന പല ടാസ്കുകളും നമ്മുടെ ജീവിതത്തിൽ കുറേ നാരോ ടാസ്കുകളുണ്ട്. ഈ നാരോ ടാസ്കുകളെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന പല തരത്തിലുള്ള ഏജൻറ്റുകളെ ഉണ്ടാക്കിയിട്ട് അതിനെ സെല്ല് ചെയ്തുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സെർച്ചിലും ഈ പറഞ്ഞ പോലെ തന്നെ പോയേക്കാം. അതുകൊണ്ട് ഈ ഡൊമിനൻസി അവസാനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. പക്ഷേ ഗൂഗിളിന് മാത്രമായിരിക്കില്ല ഒരു ഒരു അപ്പർ ഹാൻഡ്. അതിലേക്ക് മറ്റാളുകളും കടന്നു വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ മാർക്കറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും മൊണോപ്പൊളി ആയിരിക്കുന്ന ആളുകൾക്ക് അക്വയർ ചെയ്യാനുള്ള സാധ്യത, പല പല കമ്പനികളെ അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വാട്സാപ്പിനെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പിനെയും ഇൻസ്റ്റഗ്രാമിനെയും ഒക്കെ മെറ്റ അക്വയർ ചെയ്തതാണ്, പിന്നീട് ഫേസ്ബുക്ക് അക്വയർ ചെയ്തതാണ്. അപ്പോൾ
ഇങ്ങനെയുള്ള പല അഭ്യൂഹങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗൂഗിളിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് ഓണേഴ്സിനും സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും വേണ്ടിയിട്ട് ഒരു SEO ഇക്കോ സിസ്റ്റം എന്നുള്ള ഒരു പരിപാടി കൊണ്ടുവരികയാണ്. അതായത് സ്റ്റുഡൻസിന് SEO പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, പ്രൊഫഷണൽസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ SEO നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. പക്ഷേ ബിസിനസ് ഓണേഴ്സിന് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വൈസുകൾ കിട്ടുക, അതോടൊപ്പം തന്നെ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ പറ്റുക. ബിസിനസ് ഓണേഴ്സിന് മാത്രമല്ല, ഏജൻസി ഓണേഴ്സിനും നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഈ രീതിയിലേക്കൊരു SEO ഇക്കോ സിസ്റ്റം നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അതിൽ നമ്മളുടെ ഓർഗാനിക് ഗ്രോത്ത് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിലുള്ള സ്റ്റുഡൻസ് ആണ് ആദ്യത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ചെറിയ പേയ്മെൻ്റ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ബിസിനസ് ഓണേഴ്സിന് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.